ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ലഞ്ച് റെസിപ്പീസാണ് കാണിക്കുന്നത്. റെസിപ്പീസൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഭക്തിയുടെ നിറവിൽ നവരാത്രി ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ലഞ്ചിന് മിക്സ്ഡ് ദാൾ വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കലാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടും. വേറൊരു സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ കോളിഫ്ലവർ സബ്ജിയാണ്. അത് മസാല എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അതിന് ഞാനിവിടെ 1 കപ്പ് പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കോളിഫ്ലവർ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇത് വൃത്തിയാക്കിയിട്ട് പുഴുവെല്ലാം ഉണ്ടോ നോക്കിയിട്ടേ നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സാൾട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഞാനിത് ജസ്റ്റ് ഓയിലൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കുന്നുണ്ട്. അത് അപ്പം ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. പാന് നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇതിൽ നല്ലത് വെജിറ്റബിൾ ഓയിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ദാള് കുക്കായിട്ട് വരുന്നുണ്ട്. ഇതിപ്പം നോക്കിയാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഹെൽത്ത് വൈസ് കോൺഷ്യസ് ആണെങ്കിൽ ഇങ്ങനെ ഓയിലിൽ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എയർ ഫ്രയറിലാക്കിയാൽ മതി. അപ്പം എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലൈറ്റ് ഗോൾഡൻ കളർ ആണെങ്കിൽ തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ തന്നെ തിരിയും. പൊട്ടറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 2 ബേ ലീവ്സും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ല ഫൈനലി ചോപ്പായിട്ടുള്ള ഒരു ഒനിയൻ അതിലേക്ക് ചേർത്തിട്ടും അതും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഒനിയൻ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് തീ നല്ലതുപോലെ കുറച്ചിട്ട് പൊടികൾ ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകുമെന്ന് തോന്നിയാൽ 1/4 കപ്പ് ബോയിലിംഗ് വാട്ടർ ചേർത്തിട്ട് പച്ചമണം മാറ്റിയാൽ മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടൊമാറ്റോ പ്യൂറി ആക്കിയത് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഫ്രീസറിൽ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നിങ്ങൾ മിക്സിയിൽ 2 ടൊമാറ്റോ എടുത്തിട്ട് പ്യൂറി ആക്കിയാൽ മതി. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പച്ചമണം മാറുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈകൊണ്ട് നല്ലവണ്ണം റബ്ബ് ചെയ്ത് പൊടിച്ചിട്ട് അതിൽ ചേർത്താൽ മതി. അതുപോലെ 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഗരം മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോവും കോളിഫ്ലവറും ചേർക്കണം. മസാലയ്ക്ക് ഞാൻ സാൾട്ട് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് ചേർക്കുന്നത്. ശരിക്കും കോളിഫ്ലവറും പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നതിന് മുന്നേ സാൾട്ട് ചെക്ക് ചെയ്തിട്ട് ചേർത്തിട്ട് വേണം കോളിഫ്ലവറും പൊട്ടറ്റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ഡ്രൈ ഫ്രൈ വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ മസാല ആക്കുമ്പോൾ തന്നെ അതിലൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന ഇതിൽ കിട്ടും. ഞാനിപ്പോൾ ഇത് ഡ്രൈ ഫ്രൈ പോലെ ആക്കിയെടുത്തതാണ്. ഇനി നമുക്ക് കൊറിയാണ്ടർ ലീഫ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം.
കുക്കായ ദാലിലേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പ്യൂരി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് ഞാൻ മാറ്റിയിട്ട് ഇനി താളിച്ചൊഴിക്കാം ഇതിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ആണ് ഞാൻ ചേർക്കുന്നത്. ഗീ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. അത് ഏകദേശം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ cumin seed ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമില്ല അതും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഗാർലിക് ക്ലോവ്സ് നല്ലോണം ചതുക്കിയത് ഒരു 6 എണ്ണം ഇതിലേക്കിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു 3-4 വറ്റൽമുളക് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഈ വറ്റൽമുളക് നല്ല എരിവുണ്ട്. ഞാനതുകൊണ്ട് വേറെ ഗ്രീൻ ചില്ലി ഒന്നും ദാൽ കുക്ക് ചെയ്യുമ്പോൾ ചേർത്തിട്ടില്ല. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാം കേട്ടോ. ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദാൽ കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ ലീവ്സും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു എഗ്ഗ് പ്ലാന്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. ബേസൻ ഫ്ലോറിൽ അതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്ററി ഉണ്ടാക്കണം. ഇതിലേക്ക് ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുക. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുക. ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കാരണം ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് എല്ലാം നല്ല ക്രിസ്പായിട്ടിരിക്കും. തണുത്ത് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു തണുത്തിങ്ങനെ ഇതുപോലെ ഉണ്ടാവും. ഒരു കഴിക്കാൻ രസം ഉണ്ടാവില്ല. നമ്മൾ പപ്പടമൊക്കെ ലാസ്റ്റ് കാച്ചി വെക്കൂലേ, അതുപോലെ ഇതും ലാസ്റ്റ് ചെയ്താൽ മതി. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല ഇത് ഞാൻ ഒന്നും കൂടി സർക്കിള് ഹാഫ് സർക്കിളായി മാറ്റുന്നുണ്ട്. അപ്പം പാനിൽ വെക്കാൻ എളുപ്പമായല്ലോ. അല്ല 2-3 എണ്ണം വെക്കുമ്പോൾ തന്നെ പാൻ നിറഞ്ഞ പോലെ ആകും. ഫ്രൈ ചെയ്യാനാവുമ്പോഴേക്ക് ബാറ്ററിൽ വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ മാറ്റി വെച്ച ഓയിലില്ലേ അത് തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഓരോ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ പീസ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് ഉള്ളൊക്കെ ശരിക്കും കുക്കായി വരുള്ളൂ. എന്നിട്ട് ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ചീരത്തോരൻ ആക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചീര ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയിൽ ഒരു 1/4 കപ്പ് തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയതാണ്. ഇതിട്ട് നല്ലതുപോലെ മിക്സാക്കി ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം.